വടക്കൻ കേരളത്തിൽ ഇടവിട്ടുകൊണ്ടുള്ള അതിശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് വെള്ളിപറമ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ വീട് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നൗഷാദിൻ്റെ വീടാണ് ഇടിഞ്ഞു വീണത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നൗഷാദ് നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഉഗ്ര ശബ്ദം കേട്ടത്. ഞാനും എൻ്റെ വൈഫും 2 കുട്ടികളും അകത്തുണ്ടായിരുന്നത്. ഉഗ്ര ശബ്ദം കേട്ടിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് എൻ്റെ കിച്ചണും ഈ വർക്ക് ഏരിയയും എൻ്റെ ബാത്റൂമും ഒന്നായിട്ട് മറ്റാളെ പറമ്പിലേക്ക് വീണെടുക്കുന്നത് കാണുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങളും മറ്റൊക്കെ ഉണ്ടായി എന്തെല്ലാം. പിന്നെ അതിൻ്റെ ശേഷം ഇന്ന് രാവിലെ തുടർന്ന് അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളും വലിയ ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട് ഒരു അപകട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം മഴ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള മഴയത്ത് സംഭവിച്ചതാണ്. പക്ഷേ അങ്ങോട്ടൊന്നും വെള്ളം അങ്ങനെ ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല. മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണല്ലോ. ഭാഗ്യത്തിന് നമ്മൾ ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ. ഈ വീടിനധികം പഴക്കമില്ല എന്നാണല്ലോ കാണുന്നത്. ഈ വീടിന് അത്ര പഴക്കങ്ങളൊന്നുമില്ല. 4 വർഷമായിട്ടുള്ളൂ. വീടും മതിലും ഒക്കെ വെച്ച് കെട്ടിയിട്ട് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കെട്ടിയ ഒരു മതിലായിരുന്നു. വീടിൻ്റെ മറ്റൊരു ഭാഗം ഇപ്പം ഇന്ന് രാവിലെ തുടർച്ചയായിട്ട് അങ്ങോട്ട് മണ്ണിടിച്ചിലും മഴ കാരണം മറ്റുള്ള തൊട്ടടുത്തുള്ള വീടിനും ഒരു അപകടാവസ്ഥയിലുള്ളത്, ഭീഷണിയായിട്ടുള്ളത്. അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അധികൃതർ, പഞ്ചായത്തിൻ്റെ മെമ്പർ ഇവിടെ ഉണ്ട്, സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് പുള്ളി. നടപടി എന്താണ്? നടപടി പുള്ളി വന്ന് നോക്കിയിട്ടേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ചെയ്യും പറഞ്ഞിട്ടുണ്ട്. വീട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇവിടെ ഈ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇവരെ തൽക്കാലത്ത് വേറെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കണം. വാർഡ് വികസന സമിതി സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ പുലർച്ചയ്ക്കാണ്, ശക്തമായ മഴയാണ്. അന്നേരം പുലർച്ചെ 3 മണിക്കാണ് സംഭവിച്ചത്. ശബ്ദം കേട്ടപ്പോൾ എനിക്ക് നോക്കിയുമാണ് ഇത് കണ്ട സംഭവം. ആർക്കും പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഭാഗ്യം. വീടിൻ്റെ അടുക്കള ഭാഗവും ബാത്റൂം അടക്കം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. പുലർച്ചെ 3 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇടവിട്ടുകൊണ്ടുള്ള ശക്തമായ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്.